ഹലോ നമസ്തേ, വെൽക്കം ടു ആദീസ് ഡേയ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് നേരെ നാട്ടിൽ പോണ വഴിക്ക് തൃശ്ശൂർ ഇറങ്ങിയിട്ടാണ് എക്സിബിഷൻ കാണാൻ കയറിയത്. അപ്പോൾ ആദ്യം അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഹോട്ടൽ അനൂപത്തിലേക്കാണ്. ഉച്ചയായിട്ടുണ്ടായിരുന്നു സമയം, പക്ഷേ ഞങ്ങൾ അവിടെ പോയിട്ട് മസാല ദോശയും ചായയാണ് കഴിച്ചത്. ഒന്നും പറയാനില്ല, സൂപ്പർ മസാല ദോശയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ച് അങ്ങനെ നേരെ എക്സിബിഷനിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. 30 രൂപയാണ് ഒരാൾക്ക് അഡൾട്ടിന് ടിക്കറ്റ് ചാർജ് വന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റ് ആവാനുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ അടിപൊളിയായിരുന്നു. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കമ്മലുകളൊക്കെ സൂപ്പറായിരുന്നു. പാത്രങ്ങളായാലും പ്ലേറ്റുകളൊക്കെ നല്ല നല്ല പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സാധനങ്ങളും കണ്ടു. എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ട് കണ്ടില്ല. അപ്പോൾ ചിലരോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ എടുത്തു. ചിലരിങ്ങനെ സൂക്ഷിച്ച് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആരുടെയും മുഖം പെടാത്ത രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി സ്ലിംഗ് ബാഗിൻ്റെ സെഷൻ, അവിടെ വാളറ്റും ഉണ്ടായിരുന്നു. വാളറ്റ് 2 മേടിച്ചു. ബാഗിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ടൊന്നും മേടിച്ചില്ല. പിന്നെ അവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷനായിരുന്നു ഈ പഴയ മിഠായികളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. പഴയ പുളി മിഠായി, കപ്പലണ്ടി മിഠായി, തേൻ മിഠായി, അങ്ങനെ മാംഗോ ബൈറ്റ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. 30 രൂപയായിരുന്നു ഏതെടുത്താലും. അപ്പോൾ അതിൽ നിന്ന് പുളിമിഠായി മേടിച്ചു ഞങ്ങൾ. പിന്നെ കുറേ ഇതൊക്കെ കണ്ടു. ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പോന്നു. നല്ല കളക്ഷനായിരുന്നു. ഒന്നും മേടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൈലാഞ്ചി ഇടുന്ന സ്ഥലത്തേക്ക് പോയി. മൈലാഞ്ചി. അപ്പോൾ ഞാൻ ആളോട് പറയുന്നുണ്ട് എനിക്ക് റൗണ്ട് ഡിസൈൻ മതി എന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട് റൗണ്ട് ഡിസൈൻ കൈക്ക് വന്നാൽ ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ആൾ തന്നെ ഒരു സെലക്ട് ചെയ്തിട്ട് ഇട്ട് തരികയാണ് ചെയ്തത്. അപ്പോൾ ഇട്ടപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈ നിറച്ചു അങ്ങനെ ഇട്ട് വന്നപ്പോൾ ആദ്യത്തെ ആ ഒരു ഭംഗി പിന്നെ തോന്നിയില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് രാത്രി തന്നെ പോയി കൈയൊക്കെ കഴുകിയപ്പോഴത്തേനും അതെല്ലാം കംപ്ലീറ്റ് പോയി. 40 രൂപയാണ് ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മേടിച്ചത്. സംഭവം കുറച്ച് നേരത്തേക്കെങ്കിലും കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരൊറ്റ സന്തോഷം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോയി. അടുത്ത സ്റ്റോളിലായിരുന്നെങ്കിലോ കുറേ സ്റ്റേഷനറി പോലെയായിരുന്നു. കുറേ കീ ചെയിൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗിൾസിൻ്റെ ഒരു ഭാഗം കണ്ടു. നല്ല നല്ല വെറൈറ്റി ബാംഗിൾസ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. അത് തന്നെ ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് പോന്നു. പിന്നെ അവരുടെ കയ്യിൽ മാലകളും ഉണ്ടായിരുന്നു. അതും നല്ല നല്ല ഭംഗിയുള്ള മാലകളായിരുന്നു കേട്ടോ. അതും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ മുന്നിലേക്ക് പോയപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കണ്ടു. അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പോയി. സോപ്പ് അങ്ങനത്തെ ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. വിത്തുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇതായി സിറപ്പിൻ്റെയൊക്കെ സെഷൻ കണ്ടു. പിന്നെ നട്ട്സ് അങ്ങനെ കുറേ സ്റ്റോളുകൾ, അത്യാവശ്യം സ്റ്റോളുകൾ നടന്ന് കാണാനുള്ളതുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോളാണിത്. ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എന്താ പറയുക ഇങ്ങനത്തെ കുറേ പ്രതിമകൾ, ഫോട്ടോസ്, സീനറീസ് അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ബാഗിൻ്റെ ഒരു ഭാഗം കണ്ടു. ഇതും നല്ല ബാഗുകളായിരുന്നു. ഒക്കെ അടിപൊളിയായിരുന്നു. അതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അഫോർഡബിൾ ആയിരുന്നു. പിന്നെ പല ടൈപ്പ് കളറിലുള്ള കുങ്കുമങ്ങൾ, റേറ്റ് ആയിട്ടുള്ള കുങ്കുമ ചെപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ ദേ ഇങ്ങനത്തെ ബാഗ്, ഇതും അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മെറ്റീരിയലിനനുസരിച്ചിട്ടുള്ള റേറ്റ് അവരതിന് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് കണ്ടു. പോപ്കോൺ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, ജ്യൂസസ്, സീഡ്സ്, അങ്ങനത്തെ കുറേ. വീണ്ടും ബാഗിൻ്റെ സെഷൻ കണ്ടു. അത് ഹാൻഡ് മെയ്ഡ് ബാഗായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് പറഞ്ഞു. വേണമെങ്കിൽ അവർ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഇതവിടെ ഡ്രാഗൺ ട്രെയിനും യന്ത്രോഞ്ഞാലൊക്കെ ഇവിടെ നിന്ന് കണ്ടു. എല്ലാവരും ഇതാക്കിയിരുന്നു. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ ഇളനീർ പന്തലിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പോയത്. അവിടെ നാടൻ കരിക്ക്, ബജ്ജികൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു സ്റ്റോളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് മേടിച്ച് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വിൻചെയിൻ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല നല്ല ക്യൂട്ട് സൗണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാനിപ്പൂരി, ബേൽപ്പൂരി, മസാലപ്പൂരി അങ്ങനത്തെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ യന്ത്രഞ്ഞാൽ കുറച്ചും കൂടി അടുത്തുനിന്ന് കണ്ടു. ആൾക്കാർ കുറവായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ കുറേ ആൾക്കാർ ഓരോ മുക്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. സംഭാവനയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 പേർക്ക് കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞു നടന്ന് വന്ന സ്റ്റോളുകളുടെയൊക്കെ പുറത്തുനിന്നുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ പകർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാർഷിക സർവകലാശാലയുടെ എക്സിബിഷനിലേക്കാണ് കയറിയത്. അവിടെ തന്നെ അപ്പോൾ പഴയ എല്ലാ ടൈപ്പ് നെല്ലുകളും, പല ടൈപ്പ് മണ്ണുകൾ, അതേപോലെ
അത് കഴിഞ്ഞ് കിഴങ്ങുകൾ, പിന്നെ കുറേ ഇൻസെക്ട്സുകൾ, അത് കഴിഞ്ഞ് ശലഭങ്ങളുടെ കുറേ വെറൈറ്റി ഒക്കെ അവർ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഞങ്ങൾ നീര് കാത്തിട്ടാണ് നിന്നിരുന്നത്, പക്ഷേ ഒരു സ്റ്റോളിൽ നീര് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. 50 രൂപയാണ് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുത്തമ്പള്ളി ഭാഗത്തുള്ള ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. റെസിൻ മോൾഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളും കുറേ ക്ലിപ്സ്, അങ്ങനെ ത്രെഡ്, കുറേ ഐറ്റംസ് മേടിച്ചിട്ട് പോന്നു. ഇവിടെ ഭയങ്കര അഫോർഡബിളാണ് എല്ലാ ഐറ്റംസിനും. പിന്നെ എല്ലാതും ഈ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ കയറുന്നത്, തൃശ്ശൂർ ഭാഗത്ത് പുത്തമ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കയറുന്നത് ഒരു നഷ്ടേ അല്ല. പിന്നെ ഹോം ഡെക്കർ ഐറ്റംസ് ഒരുപാടുണ്ട്. മഗ്ഗൊക്കെ അടിപൊളി മഗ്ഗുകളാണ്. അപ്പോൾ എല്ലാതും മേടിച്ചു. പിന്നെ റേറ്റും കുറവാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ മേടിച്ചത് മാത്രമല്ല, അവിടെയൊക്കെ നടന്ന് കാണുകയും ചെയ്തു. ഒരു കുട്ടി എക്സിബിഷൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര. താങ്ക് യു.